ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. കുറേ നാളായി ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഒരു ചിക്കൻ പെരട്ടാണ്. എല്ലാം നമ്മൾ സിമ്പിൾ റെസിപ്പീസ് അല്ലേ ഇതിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു സിമ്പിൾ ചിക്കൻ പെരട്ട് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന പോലെ നമുക്ക് വേണ്ടത് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു തക്കാളി, പിന്നെ കുറച്ച് വേപ്പില. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം നല്ലോണം അരിഞ്ഞ് നമുക്ക് എന്തോരം ചിക്കനുണ്ടോ അത് ഫുള്ളും അതിൻ്റെ അകത്ത് ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയ പാത്രം എടുക്കുക. എന്നിട്ട് ഇതെല്ലാം നല്ലോണം അരിഞ്ഞ് മാറ്റി വയ്ക്കുക. ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഗ്യാസ് കുറച്ച് വെച്ച് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ചിക്കനും ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതെല്ലാം കൂടി നല്ലോണം പുരട്ടി ഒരു 15-20 മിനിറ്റ് വെക്കുക. അങ്ങനെ വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പുരട്ടിയ മസാലയെല്ലാം നല്ലോണം പിടിച്ച് കറിക്ക് ഇച്ചിരി കൊണ്ട് ടേസ്റ്റ് ഉണ്ടാവും. നമ്മളുടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ പറ്റിയൊരു പാൻ വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, വേപ്പില ഇതിൻ്റെ അകത്തൊരു മെയിൻ ഐറ്റം കേട്ടോ. അപ്പം വേപ്പില കുറച്ച് കൂടുതൽ വേപ്പില ഇട്ട് നല്ലോണം ഒന്ന് മൊരിക്കുക. മൊരിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ എല്ലാം കൂടെ എടുത്ത് അതിൻ്റെ തട്ടുക. അപ്പോൾ നമ്മളുടെ ചിക്കൻ കറിയുടെ ഒരു 95% പണി കഴിഞ്ഞു. ഇനി നല്ലോണം അടച്ച് വെച്ച് ഒന്ന് ഇളക്കി കൂട്ടി വെച്ചിട്ട് നല്ലോണം അടച്ച് വെച്ച് വേവിക്കുക. ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി ആ വെള്ളത്തിൽ തന്നെ കിടന്ന് ചിക്കൻ കുക്കാവട്ടെ. നമ്മളൊരു തക്കാളി എടുത്ത് വെച്ചില്ലായിരുന്നോ, ആ തക്കാളിയും കൂടി ഇടുക. തക്കാളിയും കൂടി ഇട്ട് നല്ലോണം പിന്നെ മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക. നല്ലോണം വേവട്ടെ.
ഇനി ഇടയ്ക്ക് ഒന്ന് തുറക്കുമ്പോൾ ഒന്ന് ഉപ്പ് നോക്കണം. ഉപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇച്ചിരി ഇനി നല്ലോണം വരണ്ട് കഴിഞ്ഞ് കഴിയുമ്പം ഇച്ചിരി പച്ചവെളിച്ചെണ്ണ, കുറച്ച് വേപ്പില, ഇച്ചിരി കുരുമുളക് പൊടി, മസാലപ്പൊടി, ഇത് മൂന്നും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി നല്ലോണം വരട്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചിക്കൻ പെരട്ട് റെഡിയായി. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഇനിയും കൂട്ടാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്തോ, ഇതൊക്കെ നമ്മൾ ആദ്യം മൊരിയിക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ നമുക്ക് തേങ്ങാക്കൊത്ത് ഇടാം, മല്ലിയില അഡീഷണലായിട്ട് ആഡ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു റെസിപ്പിയാണ് ഇത്. ചപ്പാത്തിയുടെ കൂടെ ഇത് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇച്ചിരി പൊടിക്ക് വെള്ളം ഒഴിച്ചാൽ മതി. ഇതെല്ലാത്തിൻ്റെ കൂടെ ചപ്പാത്തി, പൂരി, പൊറോട്ട, പിന്നെന്താ, ഞങ്ങൾ ഇന്നിപ്പം സാറ്റർഡേ സ്പെഷ്യലായിട്ട് ഈ പെരട്ടും നെയ്ച്ചോറും സാലഡും ഉണ്ടാക്കിയത്. അപ്പോൾ അതും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിനാശംസിച്ചുള്ളൂ.